കാസർകോട്ടെ വിൻടച്ച് ആശുപത്രിക്ക് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷന്റെ WHO ഏഞ്ചൽസ് അവാർഡ്. മസ്തിഷ്ക സ്ട്രോക്ക് രോഗികളുടെ മികച്ച മാനേജ്മെന്റിനാണ് WHO നൽകുന്ന വജ്ര വിഭാഗത്തിലെ WHO ഏഞ്ചൽസ് അവാർഡ് കരസ്ഥമാക്കിയതെന്ന് വിൻടച്ച് ആശുപത്രി മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് നഗരത്തിന് തിലകുക്കുറി ചാർത്തിക്കൊണ്ട് പ്രൗഢിയോട് തല ഉയർത്തി നിൽക്കുന്ന വിൻടച്ച് ആശുപത്രി ആരോഗ്യ പരിപാലന രംഗത്ത് ഇതിനകം പ്രശംസ നേടിയിരുന്നു. എന്തിനും ഏതിനും മംഗലാപുരത്തെ സമീപിക്കുന്ന കാസർകോട്ടെ രോഗികൾക്ക് ഒരാശ്വാസ കേന്ദ്രമാണ് ഈ സ്ഥാപനം. ആധുനിക ചികിത്സാ സൗകര്യമാണ് ഈ ആശുപത്രിയിൽ ഉള്ളത്. തുച്ഛമായ ചെലവിൽ മെച്ചപ്പെട്ട സേവനമാണ് നൽകുന്നതെന്ന് അനുഭവസ്ഥർ പറയുന്നു. ജനങ്ങളുടെ പ്രശംസ നേടിക്കൊണ്ട് വിൻടച്ച് ആശുപത്രി മുന്നോട്ട് പോവുകയാണ്. 2024 WHO പ്ലാറ്റിനം അവാർഡ് ഈ ആശുപത്രിക്ക് ലഭിച്ചിരുന്നു. തുടർച്ചയായ വർഷങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം എന്നിവിടങ്ങളിലെ ആദ്യത്തെ ആശുപത്രി എന്ന അംഗീകാരവും വിൻടച്ച് ആശുപത്രിക്കാണ്. WHO ബ്രെയിൻ സ്ട്രോക്ക് മാനേജ്മെന്റിനുള്ള വജ്ര അവാർഡ് പദവി ലഭിച്ചത് അഭിമാനകരമായ നേട്ടമാണെന്ന് ആശുപത്രി ഡയറക്ടർ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടക്കാൽ പറഞ്ഞു. ഓരോ അസുഖങ്ങൾക്കും എങ്ങനെ ഒരു ഉദാഹരണത്തിന് സ്ട്രോക്ക് ചികിത്സാ രംഗത്ത് വൻ മുന്നേറ്റമാണ് വിൻടച്ച് ആശുപത്രി മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ച കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ ആശുപത്രിക്ക് മാറാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ഡോക്ടർ ഷമീനൊപ്പം ഡോക്ടർ മുനവ്വിർ ഡാനിഷും തിയേറ്റർ ഇൻചാർജ് ഐശ്വര്യ അശോകനും PRO PP രഞ്ജിത്തും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ കാര്യങ്ങളും പബ്ലിക് അവയർനെസ് ഒക്കെ നടത്തുന്ന ഒരു സംഘടനയാണ് ലോക സ്ട്രോക്ക് ഓർഗനൈസേഷൻ, WHO എന്ന് പറയുന്നത്. അപ്പോൾ ജനീവയിലാണ് അതിൻ്റെ തലസ്ഥാനം. അപ്പോൾ അവര് ലോകത്തുള്ള പല ആശുപത്രികളെയും വിശകലനം ചെയ്യാനും അവിടെ എങ്ങനെയാണ് ഒരു രോഗിയെ, സ്ട്രോക്കായ രോഗിയെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി കെയർ എന്താണ്, എത്രത്തോളം ക്വാളിറ്റി പരമായിട്ടാണ് അതിനെ ട്രീറ്റ്മെൻറ്റിന് അവർ ആ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ വിവിധ തരത്തിലുള്ള അസസ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ അസസ്മെൻ്റാണ് എല്ലാ വർഷത്തിലും 4 പ്രാവശ്യമാണത് നടക്കുന്നത്. 4 ക്വാർട്ടേഴ്സായിട്ട് 3 മാസത്തിലൊരിക്കൽ അതിൻ്റെ ഡാറ്റ എൻട്രി ചെയ്യണം. അവർ നമ്മളെ ഫീൽഡ് വിസിറ്റ് ചെയ്യും. അവർ ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ടാണ്. അതിന് 3 തലങ്ങളാണുള്ളത്: ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറിൽ നമുക്ക് പ്ലാറ്റിനം ആയിരുന്നു. അപ്പോൾ ഇതിൽ കുറേ ഘടനകളുണ്ട്. അതായത് ഒരു രോഗി സ്ട്രോക്കായി ഗോൾഡൻ അവേഴ്സിൽ ആശുപത്രിക്കകത്ത് വന്നാൽ അതിനാണ് ഡോർ ടൈം എന്ന് പറയും. ആ ആശുപത്രിയിലേക്ക് എൻട്രി ചെയ്യുന്ന ടൈം, അത് മുതൽ രോഗിക്ക് ഇഞ്ചക്ഷൻ, അതായത് നമ്മളിപ്പോൾ പറയുന്ന സ്ട്രോക്കിന് നൽകുന്ന ത്രോംബോലൈസിസ് ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് നൽകുന്നത് ഏത് സമയത്താണ്, അതിനാണ് ഡോർ ടു നീഡിൽ ടൈം. അതിൽ എത്ര ഡിലേ വരുന്നുണ്ട്, എത്രത്തോളം ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം എത്ര ഡിലേ വരും, അല്ലെങ്കിൽ എത്ര സമയത്തിനകത്താണ് ഇഞ്ചക്ഷൻ നൽകുന്നത്, അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇടേണ്ട കേസാണെങ്കിൽ അതിന് എത്ര സമയത്തുകൊണ്ട് സ്റ്റെൻഡ് ഇടാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു രോഗി വരുന്ന സമയത്ത് അവരുടെ ഷുഗർ കറക്റ്റായി കൺട്രോൾ ചെയ്യുന്നുണ്ടോ, BP എങ്ങനെയാണ് നോക്കുന്നത്. ഓരോ തരത്തിലുമുള്ള ഒരു 10, 30, 40 ചോദ്യാവലി അടങ്ങുന്ന ഓരോ പേപ്പേഴ്സ്. ഒരു രോഗിയെ സ്ട്രോക്ക് രോഗി അഡ്മിറ്റ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് വെള്ളം കുടിക്കുമ്പോൾ എന്നിട്ട് അത് ശ്വാസകോശത്തിൽ പോയി കോംപ്ലിക്കേഷൻസ് വരാം. അത് എത്ര സമയത്താണ് അസസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വിവിധ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് അതിൻ്റെ അവരവർ അസസ് ചെയ്യുന്നത്. ദിസ് ന്യൂസ് ബൈ ജയനാഥം ഡെസ്ക്.